രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പൂവിന്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് തൊഴുത് പിടിച്ച് വെള്ളം കൂടെ ചേർത്ത് തൊഴുത് പിടിച്ച് കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരിച്ചിട്ടുള്ള മാതൃവഴിയിലും പിതൃവഴിയിലുമുള്ള 21 തലമുറയ്ക്കകത്തുള്ള സകല പിതൃക്കൾക്കും കർക്കടക വാവ് ദിവസം ഗതി കിട്ടുന്നതിനായിട്ട് കടപ്പാട്ടൂർ സ്വാമിയുടെ തൃപ്പാദങ്ങളിലേക്ക് ആവാഹിക്കുന്നത് സങ്കല്പിച്ച് പുല്ലെത്തിക്കും. 21 തലമുറയ്ക്കകത്തുള്ള പിതൃക്കളെ ഗതി വരുത്തുന്നതിനായിട്ട് ആവാഹിച്ച് പുല്ലെത്തിച്ച് പിതൃക്കളെ 2 കൈ കൊണ്ടും പുല്ലിൽ തൊട്ട് തൊഴുക. 2 കൈ കൊണ്ടും പുല്ലിൽ തൊട്ട് തൊഴുക. വെള്ളം കൊണ്ട് 3 നീര് കൊടുത്ത് വെള്ളം കൊണ്ട് നീര് കുറേശ്ശെ കൊടുക്കണം. വെള്ളം കൊണ്ട് 3 നീര് കൊടുത്ത് വീണ്ടും എള്ളും ചന്ദനവും വെള്ളവും കൂടെ തരും. എള്ളും ചന്ദനവും തരും. വെള്ളും ചന്ദനവും വെള്ളവും കൂടെ ചേർത്ത് 3 നീര് കൊടുത്ത് ഇത് വാവിന് നമ്മുടെ കുടുംബ പിതൃക്കൾക്ക് ഗതി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ പിതൃക്കൾക്ക് ഗതി കിട്ടുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് ഗതി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പിതൃക്കളുടെ ഗതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് വാവ് ദിവസങ്ങളിലാണ് ഈ പിതൃക്കൾക്ക് പ്രാധാന്യം. ഇനി നമ്മൾ ആവാഹിച്ച് വരുത്തി നമ്മളെ പിതൃക്കൾ ഗതി കിട്ടുന്നതിനായിട്ട് നമ്മൾ തൊഴുക. ആ പിതൃക്കൾക്ക് ഇനി നമ്മൾ പിണ്ണം വയ്ക്കും. കേട്ടോ? ആവാഹിച്ച് വരുത്തിയ നമ്മുടെ കുടുംബ പിതൃക്കൾക്ക് ഗതി വരുന്നതിനായിട്ട് നമ്മൾ പിണ്ണം വെക്കണം. കയ്യിൽ തരുന്ന ആ കവ്യം എന്നാണ് തരുന്നത്. അപ്പോൾ ഉപസരിച്ച ആ കവിത കവ്യം എന്നാണ്. ആ കവ്യം ചെറുതായിട്ട് നുറുക്കുക. വെള്ളം വേണം. വെള്ളം ഇല്ലാതെ നമ്മൾ ആവാഹിച്ച് വരുത്തിയ കുടുംബ പിതൃക്കൾക്ക് വാവ് ദിവസം ഇത് കിട്ടുന്നതിനായിട്ട് നമ്മൾ പിണ്ണം വെക്കും. ആ കവ്യം ഉരുട്ടി 2 കൈ കൊണ്ടും പിതൃക്കൾക്ക് പിണ്ണം വയ്ക്കുന്ന ഒന്ന് സങ്കല്പിച്ച് പുല്ലിന് നടുക്ക് വയ്ക്കുക. 2 കൈ കൊണ്ട് പിതൃക്കൾക്ക് പുല്ലിന് നടുക്ക് വെച്ച് 2 കൈ കൊണ്ടും പിണ്ണത്തെ തൊട്ട് തൊഴുക. കുട്ടി കഴിഞ്ഞ് 2 കൈ കൊണ്ടും പിണ്ണത്തെ തൊട്ട് തൊഴുക. പഞ്ചപ്രാണങ്ങളെ സങ്കല്പിച്ച് വെള്ളം കൊണ്ട് 5 നീര് കൊടുത്ത് വെള്ളം കൊണ്ട് 5 നീര് കൊടുത്ത് വീണ്ടും എള്ളും ചന്ദനവും വെള്ളവും കൂടെ ചേർത്ത് 5 നീര് കൊടുത്ത് കൈ തരുന്ന എള്ളും ചന്ദനവും വെള്ളവും കൂടെ ചേർത്ത് 5 നീര് കൊടുത്ത് പിതൃക്കളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന നമ്മൾ ജലവും തിലവുമാണ്. തിലം നിറഞ്ഞ എണ്ണ അത് ചേർന്നുള്ള നീരാണ് പിതൃക്കൾക്ക് വേണ്ടത്. എള്ളും ചന്ദനവും വെള്ളവും കൂടെ ചേർത്ത് 5 നീര് കൊടുത്ത് 5ാമത്തെ നീരിനായിട്ട് ചന്ദനവും കൂടി ഒന്ന് വീഴണം. എള്ളും ചന്ദനവും വെള്ളവും കൂടെ ചേർത്ത് 5 നീര് കൊടുത്ത് തൊഴുക. നമ്മൾ വാവിന് പിണ്ണം വെച്ച് പഞ്ചപ്രാണങ്ങളെ സങ്കല്പിച്ച് 5 നീര് കൊടുത്ത് തൊഴുത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് ഗതി വന്നു എന്നാണ് സങ്കല്പം. നീ 2 കൈ കാണിച്ചു എല്ലാം കാണിച്ചു. പറഞ്ഞിട്ട് ചെയ്താൽ മതി.
വാവിന് നമ്മൾ പിണ്ണം വെച്ച് ഗതി വരുത്തി നമ്മുടെ കുടുംബ പിതൃക്കളെ ഇനി ഇവിടെ നിന്നും പിതൃ ലോകത്തിലേക്ക് ഉദ്ദേശിക്കും. അതിനായിട്ട് കയ്യിൽ തന്നിരിക്കുന്ന എള്ളും ചന്ദനവും പൂച്ചൂടെ വെള്ളവും കൂടെ ചേർത്ത് ആദ്യം ആവാഹിച്ചപ്പോൾ തന്നെ വെള്ളം കൂടെ ചേർത്ത് ഒഴുകി പിടിച്ച് വാവിന് പിണ്ണം വെച്ച് ഗതി വരുത്തിയ നമ്മുടെ കുടുംബ പിതൃക്കളെ ഇവിടെ നിന്നും പിതൃ ലോകത്തിലേക്ക് ഉദ്ദേശിക്കുന്ന ഒന്ന് സങ്കല്പിച്ച് തുല്യന് തടക്കൽ വെച്ച് ഉദ്ദേശിച്ച് തുല്യന് തടക്കൽ വെച്ച് വീണ്ടും വെള്ളം കൊണ്ടൊരു നീര് കൊടുത്ത് പുല്ലിൻ്റെ ചോട്ടിൽ തൊട്ട് തൊഴുത് അവിടെ തന്നെ അവസ്ഥയിരിക്കും. പുല്ലിൻ്റെ ചോട്ടിൽ തൊട്ട് തൊഴുത് ഇവിടെ ഭാഗത്ത് അവസ്ഥയിരിക്കും. നമസ്കരിച്ച് കഴിഞ്ഞാൽ കയ്യേലെ പൗത്ര ഊരി അതിൻ്റെ കെട്ടഴിച്ച് പൗത്രം കെട്ടഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പൗത്രമല്ല, അതാണ് കെട്ടഴിച്ച് വെള്ളത്തിലിറങ്ങി പുറകോട്ട് കടഞ്ഞ് മുങ്ങിക്കയറി പ്രധാന ആചാര്യന് ദക്ഷിണ കൊടുത്ത് പത്തൊക്കെ തൊട്ടതിന് ശേഷം വേണം ചേർത്ത് ഭഗവാൻ ചെയ്യും. ചെടിയിടുമ്പോൾ ഷർട്ട് മേൽമുണ്ട് അതൊന്നും വേണ്ട ഇത് നമ്മൾ ഉപസരിച്ച കവ്യം എന്നാണ് പറയുന്നത്. പിതൃക്കളുടെ ആഹാരമായിട്ട് നമ്മൾ ആവാഹിച്ച് വരുത്തിയ നമ്മുടെ പിതൃക്കൾക്ക് ഗതി കിട്ടുന്നതിനായിട്ട് നമ്മൾ പിണ്ണം വെക്കും. കയ്യിൽ തന്നിരിക്കുന്ന കവ്യം സംഭവന്മാരിവർ നാനാസരിദ്വീപ ശൈലനിവാസികൾ വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ മൽക്കാര്യ ഗൗരവം കാവിലോർത്തു കർത്തവ്യം കുരുഷ്വനി ജാനകി മാർഗണാർത്ഥം നിയോഗിക്കനി വാനരവീരനെ നാനാദിശീസഖേ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൻ അത്ഭുത വിക്രമനാനുമരുൾ മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി സഖേ രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ ഹരേ രാമ 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 ഹരേ 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 വെള്ളം കൊണ്ടൊരു നീര് കൊടുത്ത് പുല്ലിൻ്റെ ചോട്ടിൽ തൊട്ട് തൊഴുത് അവിടെ തന്നെ നമസ്കരിക്കും. ഇതൊരു വാസന നമസ്കരിക്കും.